ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ എങ്ങനെയാണ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഏതെങ്കിലും ഒബ്ജക്റ്റ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ബ്ലോക്കായി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു AutoCAD ഫയൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ് ആ ഫയൽ. ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് ആണ്. ഇവിടെ ഒരു ടേബിളും 3 ചെയറും ഉണ്ട്. എനിക്ക് ഇതാണ്, അതായത് ഈ ടേബിളും ചെയറും ഒരുമിച്ചാണ് എനിക്ക് ബ്ലോക്കായി കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. നമുക്ക് 2 ഓപ്ഷനായിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് എല്ലാം സെലക്ട് ചെയ്തും ചെയ്യാം, അതല്ല ബ്ലോക്ക് കമാൻഡ് കൊടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്റ്റും ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഒബ്ജക്റ്റ് എല്ലാം സെലക്ട് ചെയ്ത് അതിനുശേഷം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് B അടിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ പേര് ടേബിൾ ആൻഡ് ചെയർ എന്ന് കൊടുക്കുന്നു ഞാൻ. അതായത് നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റ് ആണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ടേബിൾ ആൻഡ് ചെയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ഫസ്റ്റ്, അതായത് ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാതെ കമാൻഡ് അടിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പേര് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന സെലക്ട് ഒബ്ജക്റ്റിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാം. ഇതുപോലെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ടേബിൾ 1 ടേബിൾ എക്സാമ്പിൾ, ഇവിടെ 1 ടേബിൾ ആൻഡ് 3 ചെയർ, ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് 3 ചെയർ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം പിക്ക് പോയിന്റ്, ഈ പിക്ക് പോയിന്റ് കൊടുത്താൽ നിങ്ങൾ ഈ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും അതിൻ്റെ ബേസ് പോയിന്റ് ആയിട്ട് വരിക. ഞാൻ ഏകദേശം ഇതിൻ്റെ മിഡിൽ പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺവേർട്ട് ടു ബ്ലോക്ക് ഡിലീറ്റ് എന്നത്. ഈ കൺവേർട്ട് ടു ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അത് നേരിട്ട് ബ്ലോക്ക് ആവും. ഇത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താലും ബ്ലോക്ക് ആവും, പക്ഷേ നമ്മുടെ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളെല്ലാം ഡിലീറ്റ് ആവും. പിന്നീട് നമുക്കത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ കൺവേർട്ട് ടു ബ്ലോക്ക് എന്നത് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ ഓപ്പൺ ഇൻ ബ്ലോക്ക് എഡിറ്റർ, ഇത് അൺടിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ആവും. ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് ഓക്കെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം, അത് ബ്ലോക്ക് എഡിറ്ററിൽ ഒരു പ്രാവശ്യം ഓപ്പൺ ആവും. ഇതുപോലെ ബ്ലോക്ക് എഡിറ്ററിൽ ഓപ്പൺ ആവും. ഇവിടെ വന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ലെയർ മാറ്റണമെങ്കിലോ കളർ മാറ്റണമെങ്കിലോ എല്ലാം മാറ്റി കൊടുക്കാം. ഞാൻ അതിൻ്റെ ഒറിജിനൽ ലെയർ തന്നെ ആക്കുന്നു. ഇവിടെ ക്ലോസ് എഡിറ്റർ കൊടുക്കുന്നു, അപ്പോൾ സേവ് ചോദിക്കും. സേവ് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ബ്ലോക്ക് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ I എന്ന കമാൻഡ് അടിക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ടേബിൾ ആൻഡ് ചെയർ എന്നത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒന്ന് വെക്കുന്നു. ഇനി ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഓക്കെ കൊടുക്കുന്നു, ഇവിടെ വെക്കുന്നു. എല്ലാ റൂമിലും നമുക്ക് ഓരോന്ന് വെക്കാം. ഇനി ഇവിടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത് തിരിച്ചായിരിക്കും വേണ്ടത്. അതുകൊണ്ട് ഇത് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണം. അതിന് ഇവിടെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വന്ന് നിങ്ങൾക്ക് 90 കൊടുത്താൽ ഇതുപോലെ റൊട്ടേറ്റ് ആവും. ഇനി 180 ആണ് കൊടുക്കുന്നത് എങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ആവും. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഇൻസേർട്ട് കൊടുക്കുന്നു. എല്ലാം തന്നെ ഇതുപോലെ ഇവിടെ വെക്കുന്നു. ഇനി ഈ 3ഉം ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ റൊട്ടേഷനിൽ 180 കൊടുത്തു കഴിഞ്ഞാൽ 3ഉം ഇതുപോലെ റൊട്ടേറ്റ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓട്ടോകാഡിൽ ഒബ്ജക്റ്റുകൾ ബ്ലോക്ക് ആക്കി മാറ്റുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.